രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് ഡൽഹി പോലീസ്. പാർലമെന്റ് പരിസരത്തെ ഇന്നത്തെ സംഘർഷത്തിലാണ് നടപടി. ബി.ജെ.പി എംപിയുടെ പരാതിയിലാണ് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് വിവരം നൽകാൻ. അർജുൻ, ബി.ജെ.പി എംപി ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അത് തന്നെയാണ് പോലീസിന് പരാതിയായി നൽകിയിരിക്കുന്നതും. എന്തൊക്കെ വകുപ്പുകൾ ഇട്ടാണ് കേസെടുത്തത്? വിവരങ്ങൾ. പ്രതീക്ഷ വധശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ബി.ജെ.പി എംപിമാർ, 3 എംപിമാരുണ്ട്. ഹേമന്ത് ജോഷി, അനുരാഗ് ഠാക്കൂർ, അതുപോലെ തന്നെ ബാൻസുരി സ്വരാജ്. ഇവർ 3 പേരും പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തി രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയിരുന്നത്. എന്തായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ശാരീരികമായി ആക്രമിച്ചുവെന്നും അതുപോലെ തന്നെ ആക്രമണത്തിന് ആഹ്വാനം നടത്തിയെന്നുമുള്ള വകുപ്പുകൾ അടക്കം ചുമത്തി ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ്: രാവിലെ 10:45 സമാധാനപരമായി പ്രതിഷേധം നടത്തുകയായിരുന്ന ബി.ജെ.പി എംപിമാരുടെ നേരെ ഈ രാഹുൽ ഗാന്ധി എത്തുകയും അത് ഈ എംപിമാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ എത്തുകയായിരുന്നു. അതിനുശേഷം മനഃപൂർവ്വമായി തന്നെ ഈ എംപിമാർക്കെതിരെ, ബി.ജെ.പി എംപിമാർക്കെതിരെ ആക്രമണം അടിച്ചുവിട്ടു എന്നുള്ള കാര്യമാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. 2 ബി.ജെ.പി എംപിമാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഒന്ന് മുകേഷ് രാജ്പുത്ത്, രണ്ടാമത്തേത് പ്രതാപ് റാവു സാരംഗി. ഇവരെ 2 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്, ഡൽഹിയിലെ RML ആശുപത്രി. അതിന് പിന്നാലെയായിരുന്നു ഈ മറ്റു 3 എംപിമാർ, ബി.ജെ.പി എംപിമാർ പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. എന്തായാലും ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇനി പോലീസിന് ലോക്സഭാ സ്പീക്കറുടെ അനുമതി ഉണ്ടെങ്കിൽ ആ അനുമതിയോടുകൂടി രാഹുൽ ഗാന്ധിക്കെതിരെ അന്വേഷണം നടത്താവുന്നതാണ്. പക്ഷേ അപ്പോഴും തെളിവുകൾ എന്നുള്ള കാര്യമുണ്ട്. ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കും. അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ, രാഹുൽ ഗാന്ധി ഉന്തിയിടുന്നതോ അല്ലെങ്കിൽ ബി.ജെ.പി എംപിമാരെ തള്ളുന്നതോ ആക്രമിക്കുന്നതോ ആയിട്ടുള്ള ദൃശ്യങ്ങളൊന്നും പീതാംബരനാണ് ഡൽഹിയിൽ നിന്നും വിവരം നൽകിയത്.